ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഇന്ന് ഞാനൊരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു 1/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുതിർത്തിയിട്ടൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്, കഴുകി വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ഗോതമ്പിൻ്റെയൊക്കെ പച്ചമണം മാറാനായിട്ടാണ്. ഇനി ഞാനൊരു 1/4 ഗ്ലാസ് മൂങ് ദാൽ ചേർത്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് പരിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പരിപ്പും നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ പരിപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ നന്നായിട്ട് നല്ല ഫ്ലേവറൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതൊക്കെ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് ക്യാരറ്റ്, 1/2 ഗ്ലാസ് പീസ് കുതിർത്തിയത്, 1/2 ഗ്ലാസ് ബീൻസ്, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് തക്കാളി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടറ്റോ വേണമെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ഇതിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമായിരിക്കും, 2 ഗ്ലാസ് വെള്ളം. അത് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ 2 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫുൾ അതിൻ്റെ ഒരു എയർ പോണ വരെ വെയിറ്റ് ചെയ്തു. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കടുകാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 ഗ്ലാസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കായംപൊടി, 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഷിന് അധികം എരിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ ഗരം മസാല, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നല്ല ഒരു ക്രിസ്പി ആവണം കേട്ടോ. നമ്മുടെ സവാള നന്നായിട്ട് റോസ്റ്റ് ആവണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ല ക്രിസ്പി ആവണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അത്ര ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിന് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടൊക്കെ കോരി കഴിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഇനി വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് സവാളയിൽ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് കട്ടൻ ചായയും കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.